ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ അവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷേ ഇത് എപ്പോഴാണ് വീഡിയോസൊക്കെ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് വന്നതല്ല, എനിക്ക് നേരത്തെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ സക്സസ് ആവുമെന്ന് അറിയാത്ത കാരണം ഞാനിങ്ങനെ വീഡിയോസൊന്നും അധികം ഇടുമായിരുന്നില്ല. ഇപ്പോൾ ഞാനെന്തായാലും ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ എനിക്കും വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ചെയ്യണം. കാരണം നാട്ടിലാണെങ്കിലും ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഒന്നുമില്ല PSC പഠിക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമാണ് ഇങ്ങനെ വീട്ടിൽ ഹൗസ് ഹോൾഡായിട്ട് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ മധ്യപ്രദേശിലാണുള്ളത്. ഹസ്ബൻഡ് BSFലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആളുടെ കൂടെയാണ്. അപ്പോൾ എനിക്കൊരു മോനുണ്ട്. മോന് LKGയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനിപ്പോൾ ആ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണല്ലോ, നമ്മുടെ പണിയൊക്കെ കഴിയും. പിന്നെ ഇവിടെ നമുക്ക് അധികം മലയാളീസൊന്നുമില്ല സംസാരിക്കാനും വേണ്ടിയിട്ട്. ഹിന്ദിക്കാരൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഹിന്ദി അറിയുകയും ചെയ്യാം, ഞാൻ സംസാരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നൊരു ലാംഗ്വേജിൽ നമ്മൾ എത്ര സംസാരിച്ചാലും അത് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഹിന്ദിയിൽ അങ്ങനെ നമ്മൾ ഇവരോട് എന്ന് വെച്ചാൽ സംസാരിക്കാമെന്നല്ലാതെ നമുക്ക് അതിനൊന്നും പ്രത്യേകിച്ചൊരു സന്തോഷമൊന്നും കിട്ടാനില്ല. എന്ന് വെച്ചാൽ നമ്മളുമായിട്ടൊരു ഡിസ്റ്റൻസ് അവരെപ്പോഴും കീപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ 3-4 വർഷത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളോട് അവർ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഫീലിങ്സ് നമുക്കും ഉണ്ടാകും, അവർക്കും ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നവിടെ എനിക്കങ്ങനെ അധികം മലയാളീസിനൊന്നും അറിയില്ല. ഇവിടെ ഉണ്ടായിരുന്നു 1-2 ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഇപ്പോൾ നിലവിൽ നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ നാട്ടിലാണ്. ഞാനത് 6 വർഷമായിട്ട് നാട്ടിൽ നിന്ന് പുറത്താണ്. നാട്ടിൽ നിന്ന് പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ. ആൾ പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മളും കൂടെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുടക്കത്തിലേ എന്നോട് പുറത്ത് ആദ്യമായിട്ട് വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം മിസോറാമിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എനിക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള റിലേഷൻ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് തൊട്ട് തന്നെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോസൊക്കെ കുറച്ച് ദിവസം ഇട്ടു വന്നിട്ട് പിന്നെ എനിക്കത് വലിയ വ്യൂസൊന്നും ഇല്ലാത്ത കാരണം, പിന്നെ ആ സമയത്ത് എനിക്ക് കുഞ്ഞുണ്ടായിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അധികം നമുക്ക് എഫേർട്ടൊന്നും എടുക്കാൻ പറ്റാത്തൊരു കാരണം പിന്നെ ഞാനത് നിർത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വിചാരം വെച്ചാൽ യൂട്യൂബിനകത്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വ്യൂസ് കയറും. സത്യമായിട്ടും വ്യൂസ് കയറും. പക്ഷേ 2-3 മാസം നമ്മളത് കറക്റ്റായിട്ടൊരു ഓർഡർ ഉണ്ടാക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ് ആകാൻ പറ്റൂ. നമ്മൾ വീഡിയോസ് ഇടണം, സ്ഥിരമായിട്ട് നമ്മൾ അതിന് നല്ലൊരു എഫേർട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതെന്തായാലും സക്സസ് ആകും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി തൊട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടാമെന്നാണ്. കാരണം എന്തായാലും നമ്മൾ ഓരോ 4 വർഷം തോറും പുതിയ പുതിയ സ്റ്റേറ്റുകൾ, അതുപോലെ പുതിയ പുതിയ കൾച്ചർ, പുതിയ ആൾക്കാർ എല്ലാവരും കാണുന്നതാണ്. പുതിയ സ്റ്റേറ്റ് കാണുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ട് പോയില്ലെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമുക്കതൊക്കെ എന്തായാലും നമ്മളെന്തായാലും അതൊക്കെ കാണുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെയാണല്ലോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ യൂട്യൂബ് ഉള്ളത്. പഠിക്കാൻ പോകാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, അതുപോലെ പഠിക്കാൻ പോകാനുള്ള ഒരു സാഹചര്യം വേണ്ടേ. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ തന്നെ കുറച്ച് എന്ന് വെച്ചാൽ സിറ്റിയിലോട്ടൊക്കെ പോകണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അതുപോലെ തിരിച്ചു വരാനും 1 മണിക്കൂർ എടുക്കും. എന്താവശ്യത്തിന് പോകുകയാണെങ്കിലും ഇവിടെ തൊട്ടടുത്ത് നമുക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള കട, അതുപോലെ സബ്ജി മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്, സ്കൂളുണ്ട്, അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വേണ്ട അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പോകണമെങ്കിൽ തന്നെ എല്ലാം ദൂരെ പോകണം. നമ്മളാണെങ്കിൽ കുഞ്ഞിനെ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്ക് സ്കൂൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മണിയാകുമ്പോഴേക്കും സ്കൂൾ കഴിയും. അപ്പോൾ കുഞ്ഞ് 12 മണിയാകുമ്പോഴേക്കും വീട്ടിലോട്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലേ നമുക്ക് ഇവിടെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നാൽ പിന്നെ യൂട്യൂബ് ഇപ്പോൾ മധ്യപ്രദേശിലാണെങ്കിലും ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട്. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടെ എല്ലാവരും എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അമ്പലങ്ങളിലായിരിക്കും. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല രസമാണ് കാണാൻ. ഇവിടെ വേറെ വല്ല ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇവിടെ ഒന്നാമത് ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലാവസ്ഥയായിരിക്കും. തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ്, വീടിനകത്ത് പോലും തണുപ്പായിരിക്കും, വെയിൽ പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ഇനി ഇതൊരു ഫെബ്രുവരി വരെ ഇങ്ങനെ തണുത്ത് വരച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണം. അപ്പോൾ ഇപ്പോഴൊന്നും നമുക്കങ്ങനെ പുറത്തിറങ്ങാനോ എന്തെങ്കിലും വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിരിക്കുന്ന ക്യാമ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ക്യാമ്പസാണ്. ഇവിടെ അധികം ഫാമിലീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ഹിന്ദിക്കാർ. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ബിസി ആയിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. കാരണം ബിസി ആക്കാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മിണ്ടാതെ മടി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന്
എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബിസി ആയിരിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബോറടിക്കില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ താനെ വന്നോളും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇനി തൊട്ട് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം ഇങ്ങനെയൊക്കെയല്ലേ, എന്തെങ്കിലുമൊക്കെ പുതിയതായി നമ്മൾ തുടങ്ങി വയ്ക്കുകയാണെങ്കിലേ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. അല്ലേ പിന്നെ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കും. ഹൗസ് വൈഫ് ഭക്ഷണം ഉണ്ടാക്കുക, മിണ്ടാതിരിക്കുക. അതും എനിക്ക് ഒന്നാലോചിക്കുമ്പോൾ അതും രസമൊക്കെയാണ്. മിണ്ടാതിരിക്കുക, ഒരു പണിയും ചെയ്യാതെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഒന്നും ചിന്തിക്കാൻ ആ സമയത്ത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്, ഞാൻ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ എല്ലാവരും സോറി, എനിക്കത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, എന്താ ചെയ്യുക, അത് ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒന്ന് സംസാരിച്ചൊന്ന് സെറ്റായി വരുമ്പോൾ അതെല്ലാം ശരിയാകും. അപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ മതി. ഇതിപ്പോൾ ഫോൺ നോക്കി നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ ചില വാക്കുകളൊക്കെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാൻ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്